ിനെതിരെ DGPക്ക് EP ജയരാജൻ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഫെലിക്സ് വിവരങ്ങൾ നൽകും. ഫെലിക്സ്, വളരെ സങ്കീർണമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. എഴുത്തുകാരനും പ്രസാധകനും തമ്മിലുള്ള ഒരു നിയമ പോരാട്ടമാണോ ഇനി നടക്കാനിരിക്കുന്നത് അറിയില്ല. എന്തായാലും EP തള്ളിക്കളയുന്നു, DC കാര്യമായി ഒന്നും പറയുന്നുമില്ല. EP എങ്ങനെയാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്? ദിവേഷ്, നേരത്തെ തന്നെ EP വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ താൻ നിയമ നടപടി സ്വീകരിക്കും. കാരണം താൻ പറയാത്ത കാര്യങ്ങളാണ് ഈ ആത്മകഥ എന്ന പേരിൽ പുറത്തേക്ക് പ്രസിദ്ധീകരിച്ച് വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് തനിക്കെതിരെ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചു, തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ്. വ്യാജരേഖ ഉണ്ടാക്കി ഗൂഢാലോചന നടത്തി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നതാണ് DGPക്ക് ഇമെയിൽ വഴി EP നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഏതായാലും EP ഈ നടപടിയിൽ മാത്രമല്ല EP പറയുന്നത് വക്കീൽ നോട്ടീസ് അയക്കാനുള്ള സാധ്യത കൂടി, അത്തരം കാര്യങ്ങൾ കൂടി EP ആലോചിക്കുന്നുണ്ട്. DC ബുക്കിനെതിരെ വക്കീൽ നടപടി, ആ രീതിയിലുള്ള നിയമ നടപടിക്കും ഇപ്പോൾ EP ജയരാജൻ ആലോചനകളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ EP ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇത് താൻ എഴുതിയ കാര്യങ്ങളല്ല, താൻ പറഞ്ഞ കാര്യങ്ങളല്ല, ഒട്ടും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ തൻ്റെ പേരിൽ പ്രചരിപ്പിച്ചു എന്നതാണ് EP ജയരാജൻ ആരോപിക്കുന്നത്. ഏതായാലും ഒരു നിയമ പോരാട്ടത്തിൽ കൂടി ഈ വിഷയം മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഇനി DCക്ക് എന്താണ് പറയാനുള്ളതെന്നതാണ്. അതായത് ഇങ്ങനെയൊരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ടോ, കരാറിൽ EP ഒപ്പിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇനി നിലപാട് വ്യക്തമാക്കേണ്ടത് DC ബുക്സാണ്. കാരണം EP പറയാനുള്ളത് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് നിയമ നടപടിയുമായി EP മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നതാണ്. അപ്പോൾ ഇനി മറുഭാഗത്തിന് എന്താണ് പറയാനുള്ളത് എന്നതാണ് ഇനി അറിയേണ്ടത്. ദിവേഷ്, ശരി, എന്തായാലും EP നിയമ നടപടികളുമായി പോകുമ്പോൾ അങ്ങനെ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ആ കരാറിന്റെ പകർപ്പ് അല്ലേ മാധ്യമങ്ങൾക്ക് മുൻപിൽ സംശയത്തിന്റെ നിഴലിലേക്ക് ആവശ്യമാണ്. ഇതുവരെയും ഒരു ക്ലാരിറ്റി വരുത്തിയിട്ടില്ല. 2 വരി, കാരണം സാങ്കേതിക പിഴവുകൾ ഉള്ളതുകൊണ്ട് ഇതിന്റെ പ്രകാശനം മാറ്റിവെക്കുന്നു എന്ന മറുപടി മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. സംശയത്തിന്റെ നിഴലിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ. എന്തായാലും പ്രജീഷ്, 39 മിനിറ്റ് മുമ്പ് സഖാവ് EP എന്ന ഒരു തലക്കെട്ടിൽ ആത്മകഥയ്ക്കും അപ്പുറം എന്ന പേരിൽ PV അൻവറും EP നിൽക്കുന്ന ഒരു ചിത്രം PV അൻവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.